ഹലോ നമസ്കാരം, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എനോക്സ്പെറിൻ സോഡിയം ഇഞ്ചക്ഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ ഇഞ്ചക്ഷൻ യൂസ് ചെയ്തെന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഈ ഇഞ്ചക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സും എനിക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നപ്പം എൻ്റെ അറിയത്തിന് ഒരുപാട് പേര് ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ഡൗട്ടും പേടിയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ അറിവിലുള്ള കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ ആദ്യം ഇഞ്ചക്ഷനെ പറ്റി പറയാം, എന്തിനു യൂസ് ചെയ്യുന്നു, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി എന്തിനാണ് ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നത്, കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തത് എന്തിനാണെന്നും എനിക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഡോക്ടേഴ്സ് ഇഞ്ചക്ഷൻ ആർക്കൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നിൽ കൂടുതൽ തവണ അബോർഷൻ സംഭവിച്ചിട്ടുള്ള ഗർഭിണികൾക്കും അതല്ലെങ്കിൽ IVF IUI ട്രീറ്റ്മെൻറ്റിലൂടെ ഗർഭം ധരിച്ച സ്ത്രീകൾക്കുമാണ് ഈ ഇഞ്ചക്ഷൻ സാധാരണമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഇതെന്തിനാണ് ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ബ്ലഡ് സർക്കുലേഷനാണ്. ഒരു കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തണമെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യത്തോടെ കുട്ടിയുടെ അവയവങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹെൽത്തായിട്ട് വളരണമെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കുഞ്ഞിലേക്ക് പോകുന്ന ബ്ലഡും നല്ല രീതിയിൽ ഹെൽത്തായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കുഞ്ഞിന് ഹെൽത്തി ആയിട്ട് വളരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ചിലർക്ക് വന്നിട്ട് ആ ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ കുഞ്ഞിന് പോകുന്ന ബ്ലഡ് അതിൽ ക്ലോട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലോട്ടുകൾ സംഭവിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ്റെ അളവ് കുറയുകയും അതല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ്റെ വേഗത കുറയുകയും ചെയ്യും. അങ്ങനെ കുറയുന്ന സമയത്താണ് അബോർഷൻ സംഭവിക്കുന്നത്. ചിലവർക്ക് കുഞ്ഞുങ്ങൾ നമ്മൾ ഗർഭിണി ആയിക്കഴിയുമ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ലാതെ തന്നെ അബോർഷൻ സംഭവിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഹാർട്ട് ബീറ്റൊക്കെ വന്നതിന് ശേഷം ഒരു കുഴപ്പമില്ലാതെ സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന് പ്രഗ്നൻസി പെട്ടെന്ന് അബോർഷൻ ആകുന്നു. അതെല്ലാം ഈ ബ്ലഡ് സർക്കുലേഷൻ കുറവാകുന്നതിൻ്റെ കാരണമാണ് മിക്കവരിലും കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുമ്പം ബ്ലഡ് ക്ലോട്ട്സ് ഒന്നും ഉണ്ടാവാതെ നല്ല ഹെൽത്തി ആയിട്ട് കുഞ്ഞിന് ബ്ലഡ് എത്തുകയും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞ് വളരുകയും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഒരു തടസ്സവും വരാതെ നമുക്ക് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനാണ് ഡോക്ടേഴ്സ് ഈ ഇഞ്ചക്ഷൻ ഫസ്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള കാരണം. പിന്നെ കുറേ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന അമ്മമാരുണ്ട്. അവർക്കും കുറേ ഒരു 10 വർഷം 8 വർഷം കഴിഞ്ഞ് ചിലർ പ്രഗ്നൻ്റ് ആകുന്നവർ കാണും. അവർക്കും ഡോക്ടേഴ്സ് ഈ ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് ഇഞ്ചക്ഷൻ എന്തിന് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചതിനുള്ള ഉത്തരം. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഫസ്റ്റ് 2 വട്ടം അബോർഷൻ ആയിട്ടുണ്ടായിരുന്നു. ഹാർട്ട് ബീറ്റ് വരാതെയാണ് എനിക്ക് അബോർഷൻ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പം എനിക്ക് ആപ്ല എന്ന് പറഞ്ഞ എൻ്റെ ശരീരത്തിൽ ആപ്ല പോസിറ്റീവായി. അപ്പോൾ ആപ്ല പോസിറ്റീവ് ആകുമ്പോൾ അതിൽ ഈ ബ്ലഡ് ക്ലോട്ട്സ് ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവായതുകൊണ്ടാണ് എനിക്കങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഞ്ചക്ഷൻ ഡോക്ടർ തന്നു. എനിക്ക് ഡെയിലി എടുക്കാനാണ് തന്നത്. കാരണം മുമ്പേ 2 അബോർഷൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ആപ്ല പോസിറ്റീവ് ആയതുകൊണ്ട് ഇഞ്ചക്ഷൻ ഡെയിലി എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ 4 ആഴ്ച മുതൽ ഗർഭിണിയായി 4 ആഴ്ച മുതൽ 4ാമത്തെ ആഴ്ചയിൽ തുടങ്ങി 8 മാസം കഴിഞ്ഞ് 9 മാസം ഒരു പകുതി ആകുന്നവരെ ഞാൻ ഇഞ്ചക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് യൂസ് ചെയ്തപ്പോൾ പിന്നെ സൈഡ് എഫക്റ്റ് എന്ന് പറയുവാണെങ്കിൽ, നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ ഒന്നെങ്കിൽ നമ്മുടെ കൈയുടെ തോളിൽ അല്ലെങ്കിൽ തുടയിലാണ് എടുക്കാൻ വേണ്ടി ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തത്. ചിലർ വയറിൽ എടുക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമുക്ക് വയറിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേടി ബുദ്ധിമുട്ടൊക്കെ കാണും. അതുകൊണ്ട് കൂടുതൽ പേരും വയറിൽ എടുക്കാറില്ല. ചിലർ വയറിൽ തന്നെയാണ് എടുക്കുന്നത്, പക്ഷേ നമുക്ക് പേടിയായതുകൊണ്ട് അങ്ങനെ എടുക്കാറില്ല. ഞാൻ കയ്യിലും തുടയിലാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പം നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലത്ത്, നമ്മൾ എവിടെയാണോ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ആ സ്ഥലത്ത് ഈ ഇഞ്ചക്ഷൻ ഒരു ഓയിലി ആയിട്ടുള്ള ഇഞ്ചക്ഷൻ. അപ്പോൾ നമ്മൾ ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് അവിടെ കുറേ നാൾ കഴിയുമ്പോൾ കുറച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒരു 10-15 ഇഞ്ചക്ഷനൊക്കെ കഴിയുമ്പം അവിടെയായിട്ട് ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ ബ്ലൂ ആ ഒരു കളർ വരും. അത് പേടിക്കാനൊന്നുമില്ല. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് തന്നെ പോയിക്കോളും. നമ്മൾ ഇഞ്ചക്ഷനൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് തന്നെ പൊക്കോളും. പക്ഷേ ചിലവർക്ക് കുറച്ച് വേദന കൂടുതലായിരിക്കും. എനിക്ക് കുറേ നാളൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഒരു 4-5 മാസം വരെ ഭയങ്കര വേദനയായിരുന്നു. പിന്നെ അത് പതിയെ പോകാൻ തുടങ്ങി. പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ പോലും കൈ കാലൊക്കെ അനക്കുമ്പോൾ ജസ്റ്റ് വേദന അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഇപ്പം ഞാൻ പറഞ്ഞ സൈഡ് എഫക്റ്റ് മിക്കവാറും എല്ലാവർക്കും വരുന്നതാണ്. സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുമ്പോൾ അത് വരുന്നതാണ്. അത് തന്നെ മാറുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ഇഞ്ചക്ഷൻ യൂസ് ചെയ്ത ചിലവർക്ക് ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് റെയർ കേസാണ്, എല്ലാവർക്കും ഒന്നുമില്ല. റെയറായിട്ട് 1-2 പേർക്ക് വന്നാൽ വന്നു, അങ്ങനെയുള്ളൂ. കാരണം എനിക്ക് എൻ്റെ അറിവിൽ കുറേ പേര് ഇഞ്ചക്ഷൻ യൂസ് ചെയ്തവരുണ്ട്, പക്ഷെ അവർക്കാർക്കും ഈ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ബ്ലീഡിങ്ങോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഡോക്ടറോട് അല്ലാതെ ഈ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. എൻ്റെ ശരീരത്തിൽ എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ഈ ഇഞ്ചക്ഷൻ യൂസ് ചെയ്ത കുറേ പേര് എനിക്കറിയാം, അവർക്കും യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടായിട്ടില്ല. ഈ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു രീതിയിലുള്ള കുഴപ്പങ്ങളും വരില്ല. അപ്പോൾ ഇഞ്ചക്ഷൻ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഡെയിലി എടുക്കാൻ പറയണമെന്നില്ല. ചിലവർക്ക് 15 ദിവസത്തിലൊരിക്കൽ, ചിലവർക്ക് ആഴ്ചയിൽ 2 ദിവസം, ചിലർക്ക് ആഴ്ചയിൽ 1 ദിവസം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി അനുസരിച്ചാണ് ഡോക്ടേഴ്സ് അതിൻ്റെ സജസ്റ്റ് ചെയ്യുന്നത് എത്രത്തോളമാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നവരോട് പറയാനുള്ളത്, ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഇഞ്ചക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യുക. ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാവുകയില്ല. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇഞ്ചക്ഷന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഒരു ഇഞ്ചക്ഷന് 480 രൂപ സംതിങ് ആണ്. അപ്പോൾ ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും വാങ്ങാനൊക്കെ. എന്നാൽ പോലും നമ്മൾ കുറേ ആഗ്രഹിച്ചൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് കിട്ടുമല്ലേ. അപ്പോൾ പിന്നെ അതൊന്നും നോക്കണ്ട, എങ്ങനെയെങ്കിലുമൊക്കെ ഇഞ്ചക്ഷൻ വാങ്ങുക, യൂസ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ മോന് 7 മാസമായി കുഞ്ഞുണ്ടായിട്ട്. അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ല. ചിലവർക്ക് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം കാണുമോ അങ്ങനെയൊക്കെ ഒരു പേടി കാണുമായിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യുക. പിന്നെ എന്താ പറയാനുള്ളത്, അത്രയൊക്കെയാണ്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. കൂടുതലായിട്ട് ഇഞ്ചക്ഷനെ പറ്റി അറിയണമെങ്കിലോ അല്ലെങ്കിൽ ഓരോരുത്തർക്കും എന്തെങ്കിലും ഡൗട്ട്സൊക്കെ കാണുമായിരിക്കും, ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.